അരനാഴിക നേരം. റെയിൽവേ സ്റ്റേഷൻ ആൾക്കാരെ കൊണ്ട് തിക്കും തിരക്കുമാണ്. 2 പ്ലാറ്റ്ഫോമുകൾ പണ്ട് മുതലേ കാണുന്നതാണ്. ഇതുവരെ ശാപമോക്ഷം കിട്ടിയിട്ടില്ല. തീവണ്ടിയുടെ ചൂളും വിളി ദൂരെ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നതും കച്ചവടക്കാരുടെയും മറ്റു യാത്രക്കാരുടെയും എല്ലാം കൂടി ആകെ ഒരു ബഹളം. അതിനിടയിൽ സാവധാനം നിസാമുദ്ദീൻ എക്സ്പ്രസ് വന്നു നിന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടവർ ഇറങ്ങുകയും മറ്റുള്ളവർ കയറുകയും ചെയ്തോണ്ടിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ വിസിലിന്റെ ശബ്ദം കേട്ട് വണ്ടി പതുക്കെ നീങ്ങാൻ ആരംഭിച്ചു. ശ്യാം തന്റെ സ്യൂട്ട് കേസ് വലിച്ചും കൊണ്ട് പതുക്കെ മുന്നോട്ട് വരുന്നുണ്ട്. നീണ്ട യാത്ര കഴിഞ്ഞു വരുന്ന വരവാണ്. നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. തന്നെ കാത്തുനിന്നിരുന്ന അശോകനെയും കൂട്ടി കാർ പാർക്കിംഗ് സ്ഥലത്തേക്ക് അവർ നടന്നു. അമ്മ പൂമുഖത്തു തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അശോകന് സ്റ്റേഷനിലേക്ക് വിട്ട മുതൽ ഇരിക്കുന്നതാണ് പൂമുഖത്തു ശ്യാമിനെയും കാത്തുകൊണ്ട്. ശ്യാം അമ്മയെ കെട്ടിപ്പിടിച്ചു ഉമ്മം കൊടുത്തു. കഴിഞ്ഞു അമ്മയുടെ കൂടെ ചായയും കുടിച്ചു കഴിഞ്ഞു മുറ്റത്തേക്കിറങ്ങി. അമ്മക്കറിയാം അവൻ എവിടേക്കാണ് പോകുന്നതെന്ന്. 2 വീട് തെക്കേതാണ് ഉല്ലാസിന്റെ വീട്. ഇവരെല്ലാം ഒരേ പ്രായക്കാരാണ്. ശ്യാമിനെ കണ്ടതും ഉല്ലാസിന്റെ അമ്മ ഓടിവന്നു, പിന്നാലെ അച്ഛനും. ശ്യാമിന്റെ കൈ പിടിച്ച് ചുംബിച്ചിട്ട് കരയാൻ തുടങ്ങി. അച്ഛൻ വന്നു അവനെ തോളിലൂടെ കൈയിട്ട് അമർത്തി അവനെയും കൊണ്ട് വീട്ടിലേക്ക് ആനയിച്ചു. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ വലിയ ഫോട്ടോ വരച്ചു വെച്ചിരിക്കുന്നു. അതിൽ പൂമാലയും ചാർത്തിയിട്ടുണ്ട്. ശ്യാം തന്റെ ഉറ്റ സുഹൃത്ത് ഉല്ലാസിന്റെ ഫോട്ടോയിൽ നോക്കി ഒരു മിനിറ്റ് നിന്നു കണ്ണുകൾ അടച്ചു കുറച്ചു നേരം പ്രാർത്ഥിച്ചു. വിശേഷങ്ങൾ പങ്കുവെച്ചു ചായയും കുടിച്ചു. വീണ്ടും തിരിച്ചു വീട്ടിലേക്ക്. കുറച്ചു നേരം പറമ്പിൽ കൂടി നടക്കാം എന്ന് കരുതി പണ്ട് കുളിച്ചിരുന്ന കുളത്തിനരികെ കൂടി നടന്നു. വെള്ളം നിറയെയുണ്ട്. ഉപയോഗിക്കാത്തത് കൊണ്ട് വെള്ളം കറുത്തിരിക്കുന്നു. ഒരു തെങ്ങുകുളത്തിന് അരികെ കൂടി വീണു കിടക്കുന്നു. അടക്കക്കുരുവികളുടെ ശബ്ദം. ആ തെങ്ങിന്റെ ഒരത്തു ഇരുന്നിട്ട് ഒരു ചെറിയ കല്ലെടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞു. ആ കല്ല് വീണതിന് ശേഷമുള്ള ശബ്ദത്തിൽ നിന്നു കുളത്തിൽ മീൻ ഉള്ളതായി തോന്നിയില്ല. ശ്യാം പഴയ കാര്യങ്ങൾ ഓർക്കുവാൻ തുടങ്ങി. പണ്ട് 4ൽ പഠിക്കുമ്പോൾ പണിക്കരുടെ മാവിൽ കല്ലെറിഞ്ഞത് ചെന്ന് കൊണ്ടത് പണിക്കരുടെ ഭാര്യയുടെ മേത്തും. കരച്ചിൽ കേട്ടതും ഓടാൻ തുടങ്ങി. കാര്യങ്ങൾ എല്ലാം അവസാനിച്ചു എന്നുകരുതി ഇരുന്നപ്പോഴാണ് അച്ഛന്റെ ചെവിയിൽ സംഗതി എത്തിയത്. നിക്കർ താഴേക്ക് മാറ്റിയിട്ട് അടിച്ച അടി ഇപ്പോൾ ആലോചിക്കുമ്പോഴും ഒരു നീറ്റിൽ വരും ശ്യാമിന്. വലിയ ക്ലാസ്സുകളിൽ എത്തിയപ്പോൾ രാത്രി സഞ്ചാരവും തുടങ്ങി. വീട്ടിലെ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തുനിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സാമ്രാജ്യമാണ്. പ്രേതപിശാചുക്കളോടൊന്നും അവർക്ക് പേടിയുണ്ടായിരുന്നില്ല. അവർ ബിന്ദാസ് ആയി ചുറ്റി നടന്നിരുന്നു. അതിനിടയിൽ അവർ നല്ല പ്രവൃത്തിയും ചെയ്തിരുന്നു. ഒരിക്കൽ ഒരു വീടിന്റെ ജനാലയുടെ അടുത്ത് ഒരാൾ നിൽക്കുന്നത് ഇവർ കണ്ടു. ശബ്ദം ഇല്ലാതെ അടുത്ത് ചെന്നു നോക്കിയപ്പോൾ ഇയാൾ റൂമിലെ കാഴ്ചകൾ കണ്ടു രസിക്കുന്നത് ആണ് കണ്ടത്. ഇവരെ കണ്ടതും അയാൾ ഓടിയെങ്കിലും ഇവർ പിടിച്ചു നല്ല ഈയിട്ടി കൊടുത്തു. മാപ്പ് അപേക്ഷിച്ചു പറഞ്ഞുവിട്ടു. പഠിപ്പ് കഴിഞ്ഞു ജോലിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആയി നടക്കുമ്പോഴാണ് അവർ കുറച്ചു അകലെയുള്ള ഉത്രാളിക്കാവിലെ പൂരത്തെക്കുറിച്ച് വായിച്ചത്. ഇനി ഒരിക്കലും അവിടെ നമുക്ക് എല്ലാവർക്കും കൂടി പോകാനുള്ള അവസരം ലഭിക്കില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം അവർ പോകുവാൻ തീരുമാനിച്ചു. അവർ 4 പേർ തൃശൂർ ചെന്നു. അവിടെ നിന്നു പ്രൈവറ്റ് ബസ്സിൽ യാത്രയായി. പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുവാൻ കുറെ നടക്കേണ്ടിയിരുന്നു. അവിടെ എത്തിയതോടെ അവർ ഉത്സാഹഭരിതരായി. അവിടെ എന്തെല്ലാം ആഘോഷിക്കാം അതെല്ലാം അവർ അനുഭവിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കുറച്ചു നേരം ഇരിക്കാമെന്നു കരുതി. അവർ അമ്പലത്തിനരികെ മാറിയിരുന്നു. അവിടെ ഇരുന്നാൽ അമ്പലത്തിലെ പാട്ടും മറ്റും കേൾക്കാൻ സാധിക്കും. സമയം ഏതാണ്ട് 2 മണിയോട്ടുക്കുന്നു. പുലർച്ചെയുള്ള വെടികെട്ടു കേട്ടിട്ട് മടങ്ങാൻ വേണ്ടി ധാരാളം ജനങ്ങൾ അവിടെ ഇവിടെയായി നിൽപ്പുണ്ട്. ഇവർ ഇരിക്കുന്നതിനു മുൻപിലായി കുറച്ചു കാക്കാലത്തിമാർ, കൈനോട്ടക്കാർ ഇരിപ്പുണ്ട്. അവിടെ സ്ത്രീകളും പുരുഷന്മാരും മറ്റും പോയി ഇരിക്കുകയും തങ്ങളുടെ ഭാവി അറിഞ്ഞു സന്തോഷത്തിൽ പോകുന്നതും കാണുന്നുണ്ട്. അവിടെ കൈ നോക്കിയിരുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഇവർ നോക്കാൻ ആരംഭിച്ചു. അവരുടെ അതേ പ്രായം, നല്ല മുഖഭംഗി, ആഭരണം ധരിച്ചിട്ടുണ്ട്. ആരും ഭ്രമിച്ചു പോകുന്ന സൗന്ദര്യം. പിച്ചിയും മുല്ലപ്പൂവ് കൊണ്ട് ഉണ്ടാക്കിയ മാല അവളുടെ മുടിയിൽ നല്ല ഭംഗിയിൽ ചൂടിയിട്ടുണ്ട്. ആരായിരിക്കും ഈ മാലാക? ഉല്ലാസ് പൊതുവെ പെൺവിഷയത്തിൽ ഒരിഷ്ടം കൂടുതലാണ്. ഉല്ലാസ് ആ കുട്ടിയെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവൾ മുഖം ഉയർത്തി അവരെ ഒന്ന് നോക്കി, പിന്നെ ചിരിച്ചു. അവർ ഫ്ലാറ്റായി പോയി. എന്നിട്ട് പതുക്കെ എഴുന്നേറ്റു അവരുടെ അടുത്തേക്ക് വന്നു. അവർ സ്വപ്നത്തിലെന്ന പോലെ അവളെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ അടുത്തു വരും തോറും ഏതോ പൂന്തോട്ടം അടുത്തേക്ക് വരുന്ന പ്രതീതിയായിരുന്നു. എല്ലാം തരം പൂക്കളുടെ ഗന്ധം അവിടെ പരന്നിരുന്നു. എന്നെ ഇല്ലത്തേക്ക് ആക്കി തരുമോ? അവളുടെ പൈങ്കിളി നാദം പുറത്തേക്ക് വന്നു. അവർ 4 പേരും തമ്മിൽ നോക്കി. അതിനിടയിൽ ഉല്ലാസ് ചാടി എഴുന്നേറ്റു. ഞാൻ കൊണ്ടാക്കാം. ശ്യാം പറഞ്ഞു. നീ ഒറ്റക്ക് പോകണ്ട, ഇവരിൽ ആരെങ്കിലും കൂടി വന്നോട്ടെ, നമ്മൾക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ. പക്ഷേ ഉല്ലാസ് സമ്മതിച്ചില്ല. പോകാൻ നേരം ശ്യാം അവന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചു ലൈറ്റ് കൊടുത്തു. ശ്യാം ചോദിച്ചു, എവിടെയാണ് ഇല്ലം? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ അടുത്തു തന്നെ, വേഗം തിരിച്ചു വരാം. ഉല്ലാസ് എന്തോ നേടിയ ഉത്സാഹത്തിൽ ആദ്യം നടന്നു, പിന്നാലെ സുന്ദരിയും. അവർ ഇരുട്ടിൽ മറയുന്നതുവരെ അവരെ നോക്കിയിരുന്നു മൂവരും. പിന്നീട് പൂരപ്പറമ്പിലേക്ക്. ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞു. ഉല്ലാസിനെ തിരിച്ചു കണ്ടില്ല. അവർ ആകെ വിഷമിച്ചു. എന്തായാലും പോയി നോക്കാൻ തീരുമാനിച്ചു. ബസ് പോയ വഴിയെ അവർ പുറപ്പെട്ടു.
കുറച്ചു ദൂരം നടന്നപ്പോൾ ഉല്ലാസിന്റെ കൈവശം കൊടുത്തിരുന്ന ടോർച്ചു ലൈറ്റ് വഴിയിൽ നിന്നു കിട്ടി. ആ വഴി ആൾ താമസമില്ലാതെ നശിച്ചു കിടന്നിരുന്ന ഒരു വീടിന്റെ പടിക്കലെത്തി. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഉല്ലാസിനെ. അവർ വേറൊന്നും ചിന്തിക്കാൻ നിന്നില്ല. ഉല്ലാസിനെയും എടുത്തുകൊണ്ട് പൂരപ്പറമ്പിൽ എത്തുകയും അവിടെ നിന്നും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഉല്ലാസ് അവസാനമായി പറഞ്ഞത് അവൾ എന്നായിരുന്നു. കുളക്കരയിൽ നിന്നു എഴുന്നേറ്റു വീട്ടിലേക്ക് നടന്നു. ഇപ്പോൾ ധാരാളം പക്ഷികളുടെ കിളി നാദം കേൾക്കാം. അവന്റെ മനസ്സ് കലുഷിതമായിരുന്നു. എന്നും നാട്ടിൽ വരുമ്പോൾ ആ ഓർമ്മ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. സ്റ്റോറി എസ് കെ വദാക്കൻ.